ഗോൾഡ് പോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാതുദ്രവ്യങ്ങൾ ഒഴിച്ചെടുക്കാൻ അമിതമായിട്ട് അനുമതി കൊടുക്കുന്നത് രാജ്യത്തിന് നല്ലതല്ല. കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഗവൺമെന്റ് ഇതിന് അമിതമായിട്ടുള്ള അനുമതി കൊടുക്കുക എന്നുള്ള ഒരു പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇതിലൂടെ സംഭവിക്കുന്നത് വിദേശത്ത് നിന്ന് പല കുത്തക കമ്പനികളും ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അവർ ഖനനം ചെയ്തെടുക്കുമ്പോൾ അതിലെ ബഹുഭൂരിപക്ഷം സമ്പത്തും അവർ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് അതിൽ കൂടുതൽ സാധ്യത. മാത്രമല്ല അവരിവിടെ കൂടുതൽ വർഷങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇവർ ഭരണത്തിന്റെ പല മേഖലകൾക്കും സ്വാധീനം ചെലുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ വരുമ്പോൾ ഭരണം തന്നെ അട്ടിമറിക്കപ്പെടാനും ജനാധിപത്യത്തൊക്കെ വളരെയധികം ദോഷകരമായി ബാധിക്കാനും അതിലൂടെ വിഘടനവാദം വളരാനാണ് സാധ്യത കൂടുതൽ. ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നതാണ്. അവിടുന്ന് ഖനനം ചെയ്തതിനു ശേഷം ആ രാജ്യത്ത് വളരെയധികം വിഘടനവാദങ്ങൾ ഉണ്ടാവുകയും ആ രാജ്യത്തെ സമ്പത്തെല്ലാം വിദേശികൾ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഈ രാജ്യത്ത് വിഘടനവാദങ്ങൾ ബാക്കിയാവുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ 5 ചാലക ശക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പലരെയും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കെട്ടിടങ്ങൾ പണിതു, കുറെ വീടുകൾ പണിതു, ഫ്ലാറ്റ് പണിതു. അതല്ല, റിയൽ എസ്റ്റേറ്റിൽ പിടിമുറുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള മൈനിങ്ങിന് അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ പലപ്പോഴും ഈ രാഷ്ട്രങ്ങളുടെയൊക്കെയുള്ള സമ്പത്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാനും നമ്മുടെ രാജ്യത്തിന് അത് സാമ്പത്തികമായി തകർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൂ. അപ്പൊ ഒരുപാട് അനുമതി കൊടുക്കുന്നത് രാഷ്ട്രത്തിന് നല്ലതല്ല.